മഴത്തോരു മുമ്പേൽ ചില കാര്യങ്ങൾ നമ്മുടെ രേവതിക്കുട്ടിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് കാണാം. അതിലൊന്ന് തന്നെ നമ്മുടെ രോഹിത്ത് വന്നപ്പോൾ പെരുമാറിയത് മുൻ കഥകളുടെ അർത്ഥത്തിൽ ആ ധാരണ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ പെരുമാറിയത്. അതുകൊണ്ട് തന്നെ രോഹിത്തിനോട് മാപ്പ് ചോദിക്കണം, ക്ഷമ പറയണം എന്നുള്ളൊരു ചിന്ത രേവതിക്കുട്ടിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടിയാണെങ്കിൽ മനസ്സ് തുറക്കാനായിട്ട് ഇരിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് രോഹിത്തിനോട് സംസാരിക്കുന്നുണ്ട് എന്ന് കാണാം. ഇവിടെ കൃഷ്ണയും രേവതിക്കുട്ടിയും ബബിതയും തമ്മിൽ ഒരു ബോണ്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അവർ മൂന്നുപേരും സഹോദരിമാരെ പോലെയാണ്. അതുകൊണ്ട് തന്നെ അവർ പോകുന്നതിലൊക്കെ നമ്മുടെ രേവതിക്കുട്ടിക്ക് വല്ലാത്ത ദുഃഖമുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും.